ഹലോ ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിട്ടേൺ പോവാണ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കൊച്ചിയിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ കൂടെ വേറൊരാൾ കൂടി ഉണ്ട്. അതും പെട്ടെന്നുള്ള പ്ലാൻ. ഇങ്ങനെ പെട്ടെന്നാണ്, എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മൾ മൊത്തത്തിലൊരു പെട്ടെന്നുള്ള പ്ലാനുകളാണെന്ന് ആയതുകൊണ്ട് എല്ലാം നമുക്ക് പെട്ടെന്നാണ് ഗൈസ്. എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും കുഴപ്പമില്ല. ഇവിടെ വേറൊരു അതിഥി ഉണ്ട് ഗൈസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. എന്തായാലും നമ്മുടെ ഈ ഒരു ട്രാവൽ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വരുന്ന കാര്യങ്ങളും വരുന്ന ഫണി മൊമെന്റ്സ് എല്ലാം ഞാനിത് ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെന്തായാലും കണ്ടു തീർക്കാം. എപ്പോഴെപ്പോഴും ഇത് പറയണമെന്ന് എനിക്കറിയാം, എന്നാലും ഓർമ്മിപ്പിച്ചു തന്നെ ഗൈസ്. അപ്പൊ ബായ്. നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്കിനി കോയമ്പത്തൂരൊക്കെ കാണാം അല്ലെ? എന്തോ കോയമ്പത്തൂരിൽ പോയിട്ട് കുറച്ച് ഉദ്ദേശങ്ങളുണ്ട്. അതെ അതെ, എന്റെ അച്ഛനും ആദ്യത്തെ ഉദ്ദേശം. അതെ, രണ്ടാമത്തത് എന്റെ വീട്ടിൽ പോകണം, രണ്ടാമത്തെ ഉദ്ദേശം. മൂന്നാമത്തത് കൊച്ചിക്ക് പോകണം, കറങ്ങണം. അങ്ങനെയൊക്കെയാണ് ഉദ്ദേശങ്ങളുടെ ആ ഒരു പോക്ക് വരവ്. നടന്ന് കണ്ടാൽ മതിയായി. അതെ അതെ, ഇതൊക്കെ പെട്ടെന്നാണ് കേട്ടോ ഈ ഉദ്ദേശങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വേറെ ആരും ഒന്നും ഉദ്ദേശിക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അപ്പൊ എന്തായാലും വഴി വെച്ച് കാണാം. ഓക്കെ, ബൈ ബൈ, വരാം. ബൈ. കുറേ നേരത്തെ നിൽക്കലിന് ശേഷം നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. നല്ല മാച്ചിങ് ബൈ. പിന്നെ അടുത്തത് നമ്മൾ പഠിച്ച കോളേജാണ് ഗൈസ്. ഇങ്ങനെ വീഡിയോ എടുത്താൽ നമ്മുടെ കോളേജ് മിസ്സാവും. കോളേജിൽ വീഡിയോ എടുത്ത് വരാം. ഗൈസ്, ഞാൻ ഈ വീഡിയോ എടുത്തത് പണ്ടത്തെ ഉക്കടം ഇങ്ങനെ അല്ലായിരുന്നു ഗൈസ്. ഒരു വൃത്തികെട്ട ഉക്കടായിരുന്നു. ഉക്കടത്തിന് വരാൻ തന്നെ ബോറടിക്കുമായിരുന്നു. പക്ഷേ ഈ ഉക്കടം സെറ്റാണ്. ഓ മൈ ഗാഡ്, സെറ്റ് ഉക്കടം. കുറെ വർഷങ്ങൾക്ക് ശേഷം ഉക്കടം കാണുമ്പോൾ കുറച്ച് സന്തോഷം. പിന്നെ വരാം. ഓക്കെ, ബൈ. ടാറ്റാ. അതാണ് കോയമ്പത്തൂർ കോർപ്പറേഷൻ. ഇതാണ് കോയമ്പത്തൂർ ഗേറ്റ്. അപ്പൊ നമ്മൾ കോയമ്പത്തൂരിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ പ്ലാനൊക്കെ ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ട്. കോയമ്പത്തൂരിലെ പരിപാടി നമ്മൾ ക്യാൻസൽ ആക്കിയിട്ട് നമ്മൾ നേരെ ചാലക്കുടി. വെറുതെ കോയമ്പത്തൂർ ടിക്കറ്റ് സാറിന് ഉക്കടം കാണാൻ പറ്റില്ലേ? ഉക്കടത്തിൽ ഇറങ്ങി നിൽക്കാൻ പറ്റില്ലേ ഗൈസ്? നോക്കൂ, ഇവിടൊക്കെ നിങ്ങൾ പണ്ട് കണ്ടിട്ടില്ല, കാണാത്തോണ്ടാണ്. എങ്ങനെ കിടന്ന ഉക്കടമായിരുന്നു. സോ ഗുഡ് നൗ. ബൈ ബൈ ബൈ.
നീ എന്തൊക്കെ അതിനെ സംസാരിച്ചു പോകുന്നറിയോ? പാവെന്താ കിട്ടി ക്ഷീണമുണ്ടോടി? നല്ലോണം ചെയ്യുന്നുണ്ട്. എന്റെ മോന്റെ കണ്ട ഇവിടെ കരിച്ച് ചിരണ്ടി എടുത്ത പോലെ. ഇതിപ്പോ പിന്നെ ഇങ്ങനെ നല്ല വെളുത്ത് കുട്ടിയായിരുന്നു, ഇപ്പൊ കരിയും കുട്ടിയെ. നേരത്തെ ഇവിടെ വരെ ഛർദി വന്നിട്ട് ഇവിടെ വരെ അല്ലേ? ഇപ്പൊ ശ്രദ്ധിക്കും അങ്ങനെ ഇട്ടി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സ്റ്റാൻഡിനകത്തോട്ട് കയറിയത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നീ പെട്ടു. പക്കത്ത് നീയല്ലേ ഇരിക്കണേ. അപ്പൊ ഞാൻ വീട്ട് വാള് വാളോ? ആ ശബ്ദം. അയ്യോ, നാട്ടുകാരും വിചാരിക്കും വാള് വെക്കുന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ കുടികാരിയാന്ന് വിചാരിക്കണം. അങ്ങനെയൊന്നും അറിയില്ല. ഞാനല്ല. ബേസിക്കലി ബോയ്സ് യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ കൊള്ളാം. വാള് വെക്കൽ, പോലീസ് വൈഡ്, പിന്നെ പിന്നെ അത് ബോയ്സ് മാത്രമാണല്ലോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ തുറക്കും. ഇവിടെ വെറൊരു ഉച്ചാടയാണ് ഗൈസ്. പൈസ ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് നമുക്ക് ഇനി എങ്ങോട്ടുള്ള ബസ്സിലാണെന്ന് വെച്ചാൽ തൃശ്ശൂർ ബസ്സിലാണ് കയറിയിരിക്കുന്നത് അല്ലെ? അതെ, എറണാകുളം ബസ് കിട്ടിയില്ല. അപ്പൊ നമ്മൾ തൃശ്ശൂർ പോയിട്ട് അവിടെ നിന്ന് വേറെ ബസ് കയറും. മൊത്തത്തിൽ ഒരു ബസ് ഡേ ആയിരുന്നു. വെള്ളം ഇങ്ങനെ ഇതിൽ ഉണ്ട്, ഇച്ചിരി ഉണ്ട്. അത് നമുക്ക് ശരിക്കും എത്താം, എത്തിക്കാം. പക്ഷേ പാലക്കാട് സ്റ്റാൻഡും ബസ് സ്റ്റാൻഡും നല്ല ഡെവലപ്മെന്റ് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ പിന്നെ വരാം. ബൈ. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കയറിയിട്ടുണ്ടോ? ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേരളത്തിൽ പാടിക്കുന്നത്. അതുകൊണ്ട് ഇത് ഫ്രീ ബസ് ആണെന്ന് അറിയില്ല. ഉടനെ ജീപ്പായിട്ട് ഞാൻ ഫോണൊക്കെ എടുത്ത് എഴുതിയിട്ട് വെച്ചേക്കുമായിരുന്നു. അതൊക്കെ ബസ് മാറി കയറിയിട്ടാണ് വേറെ